ഈ ലഹരി ഉപയോഗം കൂടുതലായിട്ട് വരുന്നു എന്ന് പറയുന്നു. വലിയ ചർച്ചയൊക്കെ നടന്നു അല്ലെ? ചില ആളുകളെ മാറ്റി നിർത്തി താരസംഘടന ഇടപെടലുണ്ടായി, നിർമ്മാതാക്കളുടെ ഇടപെടലുണ്ടായി. അത്തരമൊരു ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പം എന്താ അറിയോ അങ്ങനെ വർദ്ധിക്കാൻ മെയിൻ കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നും അറിയില്ല. വെള്ളം അടിച്ച പോലീസ് പിടിക്കും, ഊതിച്ച പോലീസ് പിടിക്കും, പ്രശ്നങ്ങളായി. ഇതാകുമ്പോൾ വലിയ പോലീസ് അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം മിഷ്യൻ വന്നു തുടങ്ങിയെന്ന് കേട്ടു. ഞാൻ ഈ പറയുന്ന വെള്ളടിയൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പം ഇതിന് മിഷ്യൻ വന്നു തുടങ്ങി. അതും കൂടെ കണ്ടുപിടിച്ചാൽ ഇതും ഏകദേശം കുറച്ച് സ്റ്റോപ്പാവും. കാരണം ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലുമായിട്ട് നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ഈ മറ്റുള്ള അനന്തർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എണ്ണം അടിക്കുക, തെറ്റൊന്നുമില്ല, കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും എതിരൊന്നും പറയാറില്ല. കാരണം ഞാനിപ്പോൾ കഴിക്കുന്ന ഒരാളെ, ഇപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കുകയാണ് കഴിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ പുറത്തു പോയി കഴിക്കും. അപ്പോൾ കഴിക്കുന്നതിന് തെറ്റല്ല, പക്ഷേ കഴിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം ലഹരി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു രക്ഷയില്ല ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടത്തെ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലമല്ല ഇപ്പോൾ. ഇപ്പം ഇതൊക്കെ കിട്ടാൻ ഈസിയാണ്. വാട്സാപ്പിൽ കൂടെ ഒരു മെസ്സേജ് ഇടാ, ഇന്ന പാലത്തിൻ്റെ താഴെ വന്നാൽ മതി കേട്ടോ, സാധനം കിട്ടി. ഒരു ഇതും വേണ്ട. മറ്റേത് ഞങ്ങൾക്ക് ഫോണുണ്ടോ പണ്ട്? ഇങ്ങനെ വല്ലതും നടക്കുമോ? ഇന്നിപ്പോൾ എന്താ എത്തിയിട്ടുണ്ട് കേട്ടാ, പോവാ, പല പേരുകൾ. ഇതൊക്കെ ഉപയോഗിച്ച് ഇന്നത്തെ ജനറേഷൻ ആൾക്കാരൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. ലഹരി ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഉപയോഗിക്കാൻ എന്താ ചെയ്യുക? അനുഭവിക്കുന്നതല്ല, എന്ത് ചെയ്യാൻ പറ്റും? അത്തരം ആളുകളെ വെച്ച് സിനിമകൾ ചെയ്യുമ്പോഴും സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമ്മളെപ്പോഴും കാണുന്നു, ചർച്ചകളൊക്കെ ഞാൻ പല വാർത്തകളും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ ചില ആളുകൾ വരുന്നു. ഇവിടെ ആരെ കുറ്റം പറയണം? ആരെയും കുറ്റം പറയണ്ട. ആ സിനിമകൾ നല്ലപോലെ അംഗീകരിക്കുന്ന പ്രേക്ഷകരുണ്ട്, നല്ലപോലെ പൈസ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇവരടിക്കോ അടിക്കാതിരിക്കോ ലഹരി കഴിക്കും, എന്തായാലും തിയേറ്ററിൽ കൈയടിയിരിക്കുന്ന ഏതൊരാളാണെങ്കിലും പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സും അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ലഹരി ഒന്നും അവർ നോക്കുന്നില്ല ഇപ്പോൾ. എന്താ ശരിയല്ലേ? ഓഡിയൻസ് അവർക്കും ഉണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും, അവരെ ജനം കൈയടിച്ച് സ്വീകരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവരുടെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു. പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡ്യൂസ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പടം ലഹരിയൊക്കെ ഉണ്ടാക്കിയ ഒരു പടം അഭിനയിച്ച് ആ പടം അങ്ങോട്ട് പൊളിഞ്ഞു, ആ പ്രൊഡ്യൂസറും ഡയറക്ടർ വീണ്ടും അവനെ വെച്ച് പടം എടുക്കില്ലല്ലോ. ലഹരി ഉപയോഗിച്ചോ എന്തോ ഉപയോഗിച്ചോ എന്താണെങ്കിലും ആ പടത്തിന് ഓഡിയൻസും നല്ല കാശും കഴിച്ചാൽ കിട്ടിയ ആ പ്രൊഡ്യൂസറാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടണത്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സാധാരണ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ പടം വന്ന് ഇറങ്ങുന്നവരെ ആ പ്രൊഡ്യൂസർ ഭയങ്കര കാര്യം, അയ്യോ സാർ പ്രൊഡ്യൂസർ വന്നിട്ടോ. ഇദ്ദേഹം വന്ന് അത് ആ കളത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർ വെറുതെ പൈസ ഇറക്കുന്നൊരു യന്ത്രമാണ്. ആ യന്ത്രത്തിന് ആ പാവം ആദ്യം വരുന്ന പ്രൊഡ്യൂസർ, പഠിച്ചു വരുന്ന പ്രൊഡ്യൂസർ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, പുതിയ പ്രൊഡ്യൂസർ, ആ പൈസ അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു പടം പോയി കഴിഞ്ഞാൽ ചിന്തിക്കൂല. അപ്പോൾ ഈ ലഹരിയല്ല എന്താണേലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാണിച്ച ആളാണെങ്കിലും അവർ പടം സക്സസ് ആയിട്ട് വരികയാണെങ്കിൽ അവർ വീണ്ടും മുന്നിൽ തന്നെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എല്ലാം അങ്ങനെ എത്രയോ പടങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരൊക്കെ കഴിക്കുമോ ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഇഷ്ടപ്പെട്ട ആരും ലഹരിക്ക് അടിമയല്ല. എന്താണേലും സ്ക്രീനിലെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ അവരവരെ കയ്യിലെടുത്തിട്ടുണ്ടാവും. ഒരു തെറ്റും. എനിക്ക് അടിയായോന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയില്ല. കാരണം ഇലക്ഷന് നിന്നതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉറപ്പാണ്. ഇത്രയും വലിയ ആൾക്കാർ നിൽക്കുന്ന അരൂര് ഞാൻ ഇത്രയും ലക്ഷം വോട്ടും മേടിച്ച് 1 മാസം കൊണ്ട് ഞാൻ ജയിക്കുമോ? ഒരിക്കലും ഇല്ല. കമർ നിന്നു, കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിന്നു. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് പ്രോബ്ലം വന്നത്. അല്ലെങ്കിൽ ഈസിയായിട്ട് ആ ഇലക്ഷൻ നിന്ന് ഞാൻ ആ വഴിക്ക് പോയേനെ. പക്ഷെ അതിനോടനുബന്ധിച്ച് കുറേ ഞാൻ പോലും അറിയാത്ത കുറേ സംഭവങ്ങൾ കണക്റ്റഡായി. അത് ഞങ്ങളുടെ ഈ വരുന്ന പാർട്ടിയുടെ ഒരാളും കൂടെ ആയിപ്പോയി. അപ്പം ഞങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അതിനകത്ത് ഞാനും അതിന് ആ 10 പേരും ഒരാൾ ഞാനാ. എന്നെ ചോദ്യം ചെയ്താണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് ഹൈലൈറ്റ് ആവുള്ളൂ. ഞാൻ അതിൽ ജയിച്ചതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് വലിയ അടിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ശേഷം വേണ്ടായിരുന്നു എന്ന് പിന്നെ ചിന്തിച്ചപ്പോൾ തോന്നി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നു വിചാരിച്ചിട്ടല്ലോ. അങ്ങനെ വീണ്ടും ഒരു പരാതിയിലേക്കൊക്കെ പോകുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടാവുന്നു, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലുണ്ടാവും. പിന്നീട് അതിനെക്കുറിച്ച് എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചോ? ഏത് ഈ ചോദ്യം ചെയ്യൽ കണക്റ്റഡ് ആയപ്പോഴോ? അത് ഏതൊരു ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു കേസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് നിന്നിരുന്ന എല്ലാവരെയും അവർ ചോദ്യം ചെയ്യുക. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാൾ അറിയുന്നതുകൊണ്ട് മാത്രമാണ് അത് വലിയൊരു പബ്ലിസിറ്റി ആയത്. ഞാനതൊന്നും അല്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. ചോദ്യം ചെയ്ത് ഞാൻ ചെന്നപ്പോഴത്തേനും പത്രക്കാർ വരുന്നു, എടുത്തിടുന്നു, ആ പ്രിയങ്ക അതെ അറസ്റ്റിൽ നിന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു.
അതെന്തുകൊണ്ടാ? അവരുടെ ഇത് റീച്ച് ആവണം. അത് പ്രിയങ്ക അറസ്റ്റ് ചെയ്യുമോ തല്ലി കൊല്ലുവോ? പ്രിയങ്ക തൂങ്ങി മരിച്ചു. എത്ര പേര് എന്നെ വിളിച്ചു ചോദിച്ചു വേറെ ഏതോ പ്രിയങ്കയോ എൻ്റെ അടുത്ത്, ചേച്ചി ഫോണ് പ്രിയങ്ക ചേച്ചി ഉണ്ടോ? ഞാനാണല്ലോ. ശരി ശരി. പിന്നെയാണ് ഞാൻ കാണുന്നത് ഫേസ്ബുക്കിൽ പ്രിയങ്ക തൂങ്ങി മരിച്ചത്. അപ്പം അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒന്നും ഉണ്ടാവില്ല, ഫ്രണ്ടിൽ കാണും പ്രിയങ്ക തൂങ്ങി മരിച്ചു. എടുത്തു നോക്കുമ്പോൾ ഏതോ തമിഴ്നാട്ടിലെ തെലുങ്കാനയിൽ കിടന്ന ഏതോ ഒരു പ്രിയങ്കയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പം കണക്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊന്നും കേട്ട് അതിൻ്റെ കമൻ്റൊക്കെ വെച്ച് സങ്കടപ്പെടാനൊന്നും ഞാനില്ല. വന്നത് വന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഞാൻ പെട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഞാൻ അറിയാതെ വന്ന് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതെല്ലാം ഞാൻ കുറച്ചുകൂടി സോൾവ് ചെയ്ത് ഞാനിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മെൻ്റലി നല്ല ഇതിൽ നിൽക്കുകയാണ്. പഴയ കാര്യങ്ങളും ഇതൊക്കെ എല്ലാം അതറിയാമല്ലോ. അതിൻ്റെ ഒന്നും ഇനിയില്ല. ഇനി അത് അവിടെ കഴിഞ്ഞു പോയ സംഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണ്. അത് ഞാൻ മാറ്റി നമ്മൾ സ്വയം അനലൈസ് ചെയ്തെടുത്താണ്. ചെയ്യേണ്ടായിരുന്നു അങ്ങനെയൊന്നും നിൽക്കാൻ. വലിയ വലിയ പ്രശ്നങ്ങളല്ല, കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണെങ്കിലും അത് നമ്മൾ സോൾവ് ചെയ്യും. അത് കണ്ട് ആരും ഇനിയിപ്പം എന്നെ അങ്ങനെയല്ലേ പറയൂ അവരെല്ലാത്തിനും പ്രശ്നം. അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ട്. അതെനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം വീണ്ടും ഞാൻ പറയാം, ഞാൻ എവിടെ ഇതൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സത്യമായിട്ടും ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ട്. ഞാൻ ഏത് പ്രോഗ്രാമിന് പോലും ഒരു പ്രോഗ്രാമിന് പോലും അവർ തരുന്ന ഒരു സ്നേഹം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അത് ഇന്നും എനിക്കുണ്ട്. എനിക്കത് മതി. വേറെ എന്താ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കരമായിട്ട് വലിയൊരു നടിയാവണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളല്ല. ഇതെൻ്റെ ലോട്ടറിയാണ്. എനിക്കൊരു കോടി അടിച്ച ലോട്ടറിയാണിത്. ഞാനിതിൽ സന്തോഷിക്കുന്നു. എനിക്കിതിൻ്റെ അപ്പുറം വേണ്ട. കോടി വേണ്ട. എനിക്കിത് മതി. അപ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ എൻ്റെ ഭാഗ്യമല്ലേ. ഇനി കിട്ടുന്നതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോഴും ഞാൻ ഉറച്ചാലിയോട് പറയാം, എൻ്റെ സമയം വന്നിട്ടില്ല. എനിക്കൊരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടും. അന്ന് നമ്മൾ ഇതുപോലെ ഇരുന്ന് വീണ്ടും സംസാരിക്കേണ്ടി വരും. ഈ മമ്മൂക്കായിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? മമ്മൂക്കായിൽ നിന്ന് കിട്ടിയത്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും പറയുന്ന പോലെ ഒന്നുമല്ല. നമ്മളും അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടില്ല. പക്ഷെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠിക്കേണ്ട ഒരാളാണ്. അത്ര നല്ലൊരു മനുഷ്യനാണ് മമ്മൂക്ക. എനിക്ക് ഭയങ്കര ബഹുമാനവും. ഞാൻ അഭിനയിച്ച 2-3 പടം അഭിനയിച്ചിട്ടുണ്ട്. മധുരാജയാണെങ്കിലും പ്രമാണിയാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പണ്ടത്തെ TV ചന്ദ്രനാഥൻ്റെ പടം തൊട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കണ്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും അതേ ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. ലാലേട്ടൻ നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിലൊരംഗം. വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. അത്ര മാത്രം അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. രണ്ടുപേരും 2 തട്ടിലാണ്. മനസ്സിലായോ? നമുക്ക് നല്ല ജീവിത രീതി ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് ഇങ്ങനെ അധികം സംസാരിക്കില്ലെങ്കിലും വളരെ സ്നേഹമുള്ള ഒരാളാണ് നമുക്ക്. നമ്മൾ വിചാരിക്കും അയ്യോ അദ്ദേഹത്തിന് പിന്നെ അതാ ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവമാണ്, ആഘോഷമാണ്. സെൽഫി എടുക്കുക, വരുമല്ലേ, സെൽഫി എടുക്കുക, ഡിപ്പ് ഇടുക. അന്നത്തെ ദിവസം ഞങ്ങൾ ഡ്രസ്സ് തന്നെ സെലക്ഷനാണ് പോയിട്ട്, പുതിയ ഡ്രസ്സ്. ലാലേട്ടൻ പിന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കുടുംബം, നമ്മുടെ ഒരു അടുത്തുള്ള ബന്ധം, അങ്ങനെയുള്ള ഒരു ഇതേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ലാലേട്ടൻ്റെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ.